ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതിയേ നമ. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം ശ്രീ ദുർഗായേ നമ. ശ്രീമദ് ദേവി മഹാഭാഗവതം 4-ാം സ്കന്ധം 23-ാം അധ്യായം. ശ്രീകൃഷ്ണാവതാരം. വ്യാസൻ ഹതരായി ദേവകീ പുത്രരാറും സപ്തമഗർഭമോ അലസിപ്പോകയും ചെയ്ത ശേഷമാ നാരദോക്തിയാൽ സ്വമൃത്യുഹേതു താൻ 8-ാം ഗർഭമെന്നോർത്തു ഭൂപതി വേണ്ട രക്ഷാ നടപടി കൈക്കൊണ്ടാൻ ജാഗരൂകനായി. ആദ്യമായി വാസുദേവങ്കൽ അംശം കൊണ്ടു കടന്നുടൻ കാലമാമ്പോൾ പ്രവേശിച്ചു ദേവകീഗർഭവും ഹരി. അതേ കാലം യോഗമായ യശോദാദേവിയിങ്കലും പ്രവേശിച്ചാൾ ദേവകാര്യസിദ്ധിക്കായി സ്വേച്ഛയാൽ നൃപാ. ഗോകുലത്തിലതേ കാലം പെറ്റാൾ രാമനെ രോഹിണി. അവളക്കംസനെ പേടിച്ചവിടെ പാർത്തിരുന്നതാം. ദേവന്മാരും വാഴ്ത്തിയിടുമ ദേവകീ ദേവിയെ ഖലൻ കാരാകാരം തന്നിലാക്കി കാവലും നിർത്തി ഭദ്രമായി. ജയിലിൽ കിടന്നു തൻ പത്നിയൊപ്പമാ വസുദേവരും തത്പ്രേമച്ചരടിൽ പെട്ടും പുത്രോത്പത്തിയെയോർത്തുമേ. ദേവകീ ജഠരത്തിങ്കൽ നിന്നും ദേവഹിതാർത്ഥമായി യഥാക്രമം വളർന്നാൻ ശ്രീഹരി വിണ്ണോർ പുകഴ്ത്തവേ. മാസം 10-ആയി ശുഭമാം ചിങ്ങമാസം പിറക്കവേ രോഹിണീ നക്ഷത്രമൊത്തു കൃഷ്ണാഷ്ടമി അണഞ്ഞ നാൾ. ഭയവിഹ്വലനായി കംസൻ ദാനവന്മാരോടോതിനാൻ സൂക്ഷിക്കണം ദേവകിയെ ഗർഭഗേഹത്തിലാണവൾ. 8-ാമത്തെ ഗർഭമിതു ശത്രുവാണെന്നതോർക്കണം കരുതിക്കൊള്ളണം. കാലരൂപനാണ കുമാരകൻ അവനെ കൊന്നു സുഖമായൊന്നുറങ്ങട്ടെ വീട്ടിൽ ഞാൻ. ഒഴിയാ ദുഃഖമീ 8-ാം പുത്രൻ ചത്തേ ഒടുങ്ങിടൂ. വാളും കുന്തവുമായി വില്ലുമേന്തി നിൽക്കുവിനേവരും ഉറക്കും മടിയും വിട്ടിട്ടെങ്ങും ദൃഷ്ടി ചെലുത്തുവിൻ. വ്യാസൻ പേടിച്ചരണ്ടിട്ടീ വണ്ണം കാവലേർപ്പാടു ചെയ്തവൻ അകത്തടച്ചിരുന്നിട്ടും നേടിയില്ലൊരു ശാന്തിയും. വസുദേവരോടന്നർദ്ധരാത്രിയിൽ ചൊന്നു ദേവകി എന്തു ചെയ്യേണ്ടു ഞാനീറ്റു നോവാരംഭിക്കയായി പ്രഭോ. ഭയങ്കരന്മാർ കാവൽക്കാർ പെരുത്തുണ്ടിങ്ങു നിൽപ്പതായി പണ്ടെന്നോടാനന്ദപത്നി സത്യം ചെയ്തോതിയിങ്ങനെ. അയയ്ക്കുകൻ വീട്ടിലേക്കു മകനെ പെറ്റ മാത്രയിൽ പോറ്റാമവനെ ഞാൻ വീണ്ടും ശ്രദ്ധയൊടൊത്തുമാനിനി. കംസന്നു വിശ്വാസമാകാൻ നൽകാം ഞാൻ എൻ്റെ കുഞ്ഞിനെ. പ്രഭോ ചെയ്യേണ്ടതെന്തോന്നാണിന്നീ വിഷമസന്ധിയിൽ. കുഞ്ഞിൻ്റെ മാറ്റമിമ്മട്ടിൽ ശൗരേ ചെയ്യുവതെങ്ങനെ. ദൂരം മാറണമൊന്നങ്ങു നാണമാവുന്നുമേ പരം. മുഖം തിരിക്കണം സ്വാമിൻ മറ്റെന്തോന്നിനി വേണ്ടു ഞാൻ. ഏവമോദിക്കൊണ്ടു പെറ്റാൾ അവളന്നർദ്ധരാത്രിയിൽ. ദേവസമ്മതനാമദ്ഭുതാകാരനൊരു പുത്രനെ ശുഭാംഗനാകും അവനെ കണ്ടു വിസ്മിതയാമവൾ. കാന്തനോടോതി ഹർഷത്താൽ കുളിർ കോരിയ മെയ്യുമായി
അനന്യസുലഭം പുത്രൻ തന്മുഖം കാൺക നീ പ്രഭോ. ഇക്കുഞ്ഞിനെ കൊല്ലുമിന്ന കാലനാം കംസഭൂപതി, കാണട്ടെ എന്നോതി ശൗരസേനിയ കൊച്ചു പൂൺപിനെ കയ്യിലേന്തി പാർത്തിതത്യന്ത അദ്ഭുതമശിശുവിൻമുഖം. കൊച്ചിൻമുഖം കണ്ടു ചിന്താവിഷ്ടനായി തീർന്നു ശൗരിയും. എന്തു ചെയ്യേണ്ടതിക്കുഞ്ഞിൻ ആപത്തെത്താതിരിക്കുവാൻ, ഏവം ചിന്തിച്ചു ഖേദിക്കും വസുദേവർക്കു തത്ക്ഷണം. സ്ഫുടാക്ഷരം കേൾക്കുമാറായി വാനിൽ നിന്ന ശരീരിണി, ഇബ്ബാലനെ ക്ഷണം ശൗരേ കൊണ്ടാക്കൂ ഗോകുലത്തിൽ നീ. ഉറക്കി വിട്ടിരിക്കുന്നു കാവലാൾക്കാരെയൊക്കെ ഞാൻ, വാതിലിട്ടും തുറന്നിട്ടുണ്ടഴിച്ചിട്ടുണ്ടു ചങ്ങല. നന്ദനടുത്തിവനെ വിട്ടാനയിക്കുക മായയെ, തുറങ്കിൽ നിന്നും വാക്കേവം കേട്ടു ശൂരസുതൻ ക്ഷണം. നോക്കവേ കണ്ടിതാ വാതിൽ തുറന്നങ്ങനെ നിൽപ്പതായി, കുഞ്ഞിനെയും കൊണ്ടു കാവൽക്കാരും കണ്ടിടാതവൻ. കാളിന്തിക്കരയിൽ ചെന്നു കണ്ടു നിശ്ചിതമാം പുരം, യോഗമായ പ്രഭാവത്താലാവന്നതിയിലെജ്ജലം. അരയോളം മാത്രമായി കടന്നാൻ ശൗരിയും ക്ഷണാൽ, ആരെയും കാണാതെയപ്പാതിരാവിൽ ചെന്നെത്തി ഗോകുലം. പൈക്കളാലെഴുമൈശ്വര്യം നോക്കി നിന്നാൻ പഠിക്കലായി, ഇതേ കാലം തന്നെ യോഗമായാംശം ദിവ്യരൂപിണി. ത്രിഗുണാത്മികയാം ദേവി തന്നെ പെറ്റു യശോദയും, കൈത്താരില കുഞ്ഞിനെയുമേന്തി സാക്ഷാൽ ജഗന്മയി. ദാസിതൻ വടിവിൽ കൊണ്ടുവന്നു ശൗരിക്കു നൽകിനാൾ, സൈരന്ധ്രി തൻ കൈമലരിലർപ്പിച്ചു നിജപുത്രനെ. അബ്ബാലയെയും കൊണ്ടാശു തിരിച്ചാൻ വസുദേവരും, തുറങ്കിൽ പത്നി തൻ മെത്തമേല ദിവ്യകുമാരിയെ കിടത്തി. നിന്നാനരികിൽ പേടിച്ചും കൊണ്ടു ശൂരജൻ, അക്കുഞ്ഞുറക്കെ കരയാൻ തുടങ്ങിയതു കേൾക്കവേ ബോധം തെളിഞ്ഞു കാവൽക്കാരെണീറ്റാരർദ്ധരാത്രിയിൽ. പേടിച്ചു ബദ്ധപ്പെട്ടോടി കംസനോടോതിനാരവർ, പുത്രനുണ്ടായി ദേവകിക്കു വന്നാലും വിദ്രുതം പ്രഭോ. കൊതിച്ചു ഭോജഭൂപാലൻ ഉടനീ വാർത്ത കേൾക്കവേ, വാതിൽ ബന്ധിച്ചു താൻ കണ്ടു വിളിച്ചു വസുദേവരെ. കംസൻ തരൂ ദേവകി തന്നെട്ടാം കുഞ്ഞാമൻ കാലനെ ദ്രുതം, ശത്രുവാമീ ഹരിയെ ഞാൻ വസുദേവ ഹനിക്കുവൻ. വ്യാസൻ കംസവാക്യം കേട്ടു ശൗരി പേടിയാണ്ടൊരു കണ്ണുമായി, മകളെ കൊണ്ടുപോയി കയ്യിൽ കൊടുത്തു കരയും വിധം. പെൺകുഞ്ഞിനെ കണ്ടു കംസൻ പാരം വിസ്മയമാർന്നുപോയി, ദേവവാക്യം വ്യർത്ഥമെന്നോ നാരദൻ തൻ്റെ വാക്യവും. ആപത്തിലാപ്പെട്ടൊരിവൻ കള്ളം കാട്ടുന്നതെങ്ങിനെ, നിസ്സംശയം ജാഗരൂകരത്രേയൻ കാവലാളുകൾ. ഇങ്ങു നിന്നിക്കന്യ വന്നു പോയതെങ്ങക്കുമാരകൻ, ശങ്കിക്കാനില്ലിതിൽ കാലഗതി ദുർഭാവ്യമെത്രയും. ഏവം ചിന്തിച്ചു കുഞ്ഞിൻ്റെ കാലു രണ്ടും പിടിച്ചവൻ, ഹാ ദുഷ്ടൻ പാറമേൽ തല്ലി നിർദയൻ കുലദൂഷകൻ. വഴുതി കയ്യിൽ നിന്നും പോയി ദിവ്യമാമുടൽ പുണ്ടഹോ, വാനിൽ നിന്നും കൊണ്ടു ചൊന്നാളക്കന്യ മൃദുസുന്ദരം. എന്നെ കൊന്നിട്ടെന്തു ദുഷ്ട
ജാതനായി നിന്റെ ഘാതകൻ. ദുർജയൻ ശക്തന ശത്രു നിന്നെ കൊല്ലുമസംശയം. ഏവം മറഞ്ഞാൾ വാനിങ്കലിച്ഛാരൂപിണിയാം ശിവ. വിസ്മയാവിഷ്ടനായി ഗേഹമണഞ്ഞാനാശു കംസനും. ഭഗതേനുഗവത്സാദി ദാനവന്മാരെയൊക്കെയും വരുത്തിയോതിനാൻ കംസൻ ഭയക്രോധങ്ങളോടൊത്തുടൻ. പോകട്ടെ ദൈത്യന്മാരെല്ലാം എൻ കാര്യം നേടുവാൻ ദ്രുതം. വധിക്കട്ടെ പെറ്റപാടുള്ളേതു കുഞ്ഞുങ്ങളെയുമേ. പോകട്ടെ ആ നന്ദഗോകുലത്തിൽ ബാലഗ്നിപൂതന. കൊല്ലട്ടെ പെറ്റുവീണുള്ള ബാലന്മാരെ അശേഷവും. ധേനുകൻ വത്സകൻ കേശി പ്രലംബൻ ഭഗനെന്നിവർ അങ്ങുതാൻ ചെന്നു നിൽക്കട്ടെ മമ കാര്യം നടത്തുവാൻ. ദൈത്യരോടേവമാജ്ഞാപിച്ചാശു ഗേഹമണഞ്ഞവൻ അവനെ താൻ ഓർത്തുവാണാൻ ദീനനായാർത്തനായി ഖലൻ. 23-ാം അധ്യായം സമാപ്തം. അമ്മേ നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം ശ്രീ മാത്രേ നമഃ. ഓം ശ്രീ ജഗദംബികായേ നമോ നമഃ. 24-ാം അധ്യായം കൃഷ്ണകഥ. വ്യാസൻ: കാലത്താഘോഷിച്ചു നന്ദൻ പുത്രജന്മ മഹോത്സവം. നാടോടി വാർത്തയും ചാരർ ചൊന്നിട്ടും കേട്ടു കംസനും. പാർക്കുന്നു ഗോകുലം തന്നിൽ വസുദേവന്റെ പത്നിയും പൈക്കളും ഭൃത്യരും മറ്റുമെന്നു മുമ്പേ ധരിക്കയാൽ. ശങ്കയുണ്ട ഗോകുലത്തെപ്പറ്റി കംസന്നു മുന്നമേ. കൂടാതെ ആ നാരദനും ചൊന്നിരുന്നു സമസ്തവും. ഗോകുലത്തിലെ നന്ദാദ്യർ ഭാര്യമാർ വസുദേവരും ദേവക്യാദികളും നിന്റെ വൈരിമാരാം സുരാംശർതാൻ. എന്ന കുലാധമനോടു നാരദൻ ചൊന്നിരിക്കയാൽ അമ്മഹാപാപി കോപത്തിൻ കലിപൂണ്ടവനായി തുലോം. മഹാതേജസ്വിയാം കൃഷ്ണൻ കൊന്നാനമ്പാടിയിൽ തഥാ. ആ പൂതനയെയും വത്സ ഭഗധേനുകരെയുമേ. കൊന്നാൻ പ്രലംബനെ പൊക്കി ഗോവർദ്ധന മഹാചലം. വാർത്തയെല്ലാം കേട്ടു കംസനുറപ്പിച്ചിതു തന്മൃതി. കേശിയും ഹതനായെന്നു കേട്ടു ചിത്തമിടിഞ്ഞവൻ. വിൽപൂജയാം കള്ളമോദി ചതിക്കാനായി തുനിഞ്ഞുതേ. മഹാപ്രഭാവരാം രാമ കൃഷ്ണന്മാരെ വരുത്തുവാൻ അക്രൂരനെ ചൊല്ലിവിട്ടു മഹാപാപി വധേച്ഛയാൽ. കംസാജ്ഞയാൽ ഗോകുലത്തിൽ ചെന്നു ഗാന്ധിനി തൻ മകൻ. ഗോപാലരെ തേരിലേറ്റി എത്തിച്ചു മധുരാപുരം. അലക്കുകാരൻ മത്തേഭം മല്ലർ ചാണൂരമുഷ്ടികർ ഇവരെ കൊന്നു ഭഞ്ജിച്ചു ധനുസ്സും ഗോപബാലകൻ. കൊന്നാൻ കൃഷ്ണൻ ശലനെയും തോശലൻ തന്നെയും തഥാ. മുടി ചുറ്റിയിഴച്ചാശു കളിയായി കൊന്നു കംസനെ. അമ്മയച്ഛന്മാരെ മോചിപ്പിച്ചു ദുഃഖം കെടുത്തുടൻ. ഉഗ്രസേന നൃപാലനു രാജ്യം നൽകിയരിന്ദമൻ. മഹാത്മാവാം ശൗരസേനി വിധി പോലെ അവർക്കുടൻ വ്രതബന്ധം കഴിപ്പിച്ചു മേഖലാജിനപൂർവകം. സന്ദീപനീ ഗൃഹത്തിങ്കൽ അവരന്നുപനീതരായി വിദ്യയെല്ലാം നേടി വീണ്ടുമണഞ്ഞാർ മധുരാപുരം. പ്രായം 12
വിദ്വാൻമാരാമബലശാലികൾ വാണാർ മധുരയിൽ പിന്നെ വീരരാം ശൗരിതൻ സുതർ. ജാമാതൃവധ ദുഃഖത്താൽ പെരും പടയുമായ്ത്തതാ ജരാസന്ധൻ മധുരയിൽ വന്നു മാഗധ ഭൂപതി. ബുദ്ധിമാനാം കൃഷ്ണനോടു 17 മാഗധൻ മധുരാപുരിയിൽ പോരിലേറ്റു തോറ്റു തിരിച്ചുപോയി. അയച്ചാൻ വീണ്ടും അദുഷ്ടൻ അക്കാലയവനാഭിതൻ യാദവന്മാർക്കുൾക്കിടിലം നൽകും മ്ലേച്ഛ നൃപാലനെ. യവനാഗമനം കേട്ടു യദുത്തമരെയൊക്കെയും വരുത്തി രാമനോടോതി മധുസൂദനനാം ഹരി. ബലമേറും മാഗധനിൽ നിന്നുണ്ടാവുന്നു വൻഭയം വരുന്നുണ്ടായവനും ചെയ്വതെന്തു മഹാശയ. ഗൃഹം ജനം ധനം സർവം വെടിഞ്ഞും പ്രാണരക്ഷയെ ചെയ്യണം സുഖമെങ്ങാണോ തദ്ദേശം തന്നെ പൈതൃകം. കുലോചിതം ദേശമെന്തിനെന്നും പേടിയണഞ്ഞിടിൽ കുന്നുമാഴിയുമുള്ളേടം പാർക്കണം സുഖകാമികൾ. ശത്രുബാധയൊഴിഞ്ഞെങ്ങുണ്ടങ്ങുതാൻ വാഴണം ബുധർ ആഴിപ്പരപ്പിൽ ശേഷന്മേൽ പള്ളി കൊള്ളുന്നു വിഷ്ണുവും. വെള്ളിമാമലമേൽ പേടികൊണ്ടല്ലീ വാഴ്വു ശംഭുവും. ശത്രുപീഡിതരാം നാമി ദിക്കിൽ പാർക്കരുതാകയാൽ പോക നാമേവരും കൂടി ദ്വാരകയ്ക്കൊത്തു ചേർന്നുടൻ. രൈവതാദ്രിക്കടുത്തുള്ള കടൽക്കരയിലപ്പുറം മനോഹരം ലാലസിപ്പു താർഷ്യനോദിയറിഞ്ഞു ഞാൻ. വ്യാസൻ ഉണ്മയാമാ വാക്കുകേട്ടു യാദവോത്തമരേവരും വാഹനങ്ങളുമായി യാത്രയ്ക്കൊരുങ്ങി സകുടുംബകം. ധനധാന്യം നിറച്ചുള്ള കാളവണ്ടികളൊട്ടകം പോത്തും കുതിരയും മറ്റുമായി പുരം വിട്ടിറങ്ങിനാൻ. രാമകൃഷ്ണന്മാരെ മുന്നിലാക്കി സപരിവാരമായി സ്വന്തം നാട്ടാർക്കു പിമ്പായി നടന്നു യദുപുങ്കവർ. ഏതാൻ നാൾക്കുള്ളിലായി ചെന്നു ചേർന്നുപോൽ ദ്വാരകാപുരം. ശില്പിമാരെ കൊണ്ടു ജീർണോദ്ധാരം ചെയ്യിച്ചു മാധവൻ യാദവന്മാരെ അവിടെ നിർത്തി ബലനുമായി ഹരി. ആളൊഴിഞ്ഞുള്ള മധുരാപുരിയിൽ ചെന്നു പാർക്കവേ പെട്ടെന്നണഞ്ഞാനവിടെ ബലവാൻ യവനാധിപൻ. യവനൻ വന്നതായി കേട്ടു കൃഷ്ണനപ്പുരി വിട്ടുടൻ നടന്നാൻ മ്ലേച്ഛ രാജാവിൻ മുന്നിലായിത്താൻ ജനാർദ്ദനൻ. തൂമന്ദഹാസവും മഞ്ഞത്തുകിലും പൂണ്ടു കാന്തിമാൻ താമരക്കണ്ണനാം കണ്ണൻ മുമ്പിൽ പോവതു കണ്ടുടൻ. പിന്തുടർന്നാൻ കാൽനടയായി മൂഢനാം യവനേന്ദ്രനും ബലിഷ്ഠനായ രാജർഷി മുചുകുന്ദൻ പ്രസുപ്തനായി കിടക്കുന്നേടമങ്ങെത്തി യവനാനുഗനായി ഹരി. രാജർഷിയെ കണ്ട പോതിൽ മറഞ്ഞാൻ ഭഗവാൻ ക്ഷണം. കണ്ടാനുറങ്ങുമവനെ പെട്ടെന്നാഖലനും തഥാ കൃഷ്ണനെന്നോർത്തു തൻ കാലാൽ ചവിട്ടിയൊരതേക്ഷണം. ഉണർന്നു കോപത്തി കണ്ണാൽ ചുട്ടാൻ മ്ലേച്ഛനെയനൃപൻ. പിന്നെ തണ്ടാരിതൾ കണ്ണൻ ദേവേശൻ വാസുദേവനെ കണ്ടു കുമ്പിട്ടു രാജർഷി വീണ്ടും പോയാൻ തപസ്സിനായി. കൃഷ്ണൻ ബലനുമായി പിന്നെ ദ്വാരകാപുരി ചേർന്നുടൻ. ഉഗ്രസേനനെ വാഴിച്ചു വിഹരിച്ചു യഥാരുചി ചേതീശൻ നേകുവാൻ വേളി
ആഘോഷിക്കേ ജനാർദ്ദനൻ. രുക്മിണീ ദേവിയെ കട്ടു വെട്ടാൻ രാക്ഷസവേശ്യയിൽ. അതിൽ പിന്നെ ജാമ്പവതി, സത്യ, കാളിന്ദി, ലക്ഷ്മണ, മിത്രവിന്ദ തഥാ നാഗ്നജിതി, ഭദ്ര തുടങ്ങിയോർ വേൾക്കപ്പെട്ടാർ വേറെ വേറെ കൊണ്ടുവന്നു മുകുന്ദനാൽ. ഏവം സുന്ദരിമാരായിട്ടെട്ടുതാൻ കൃഷ്ണപത്നിമാർ പെറ്റാൾ രുക്മിണീ ദേവി നൽചന്തമോലും പ്രദ്യുമ്നനെ തഥാ. അവന്നു ജാതകർമാദി ചെയ്യിച്ചാനഥ കൃഷ്ണനും അക്കുഞ്ഞിനെ ബലാലീറ്റില്ലത്തിൽ നിന്നാശു ശംബരൻ. കട്ടു തൻ കോട്ടയിൽ ചെന്നേൽപ്പിച്ചു മായാവതിക്കവൻ. പുത്രനെ കട്ടതായി കണ്ടു ദുഃഖം വച്ച ജനാർദ്ദനൻ. പ്രാപിച്ചാൻ ശരണം ഭക്തിയാളും ഹൃത്താൽ മഹേഷിയെ. വൃത്രാസുരാദി ദൈത്യേന്ദ്രന്മാരെ കേവലലീലയാൽ കൊന്നൊടുക്കിയൊരായോഗമായയെ ഭഗവാൻ ഹരി. പരമോദാരമീ വണ്ണം വാഴ്ത്തി ദിവ്യസ്തവങ്ങളാൽ. ഞാൻ പണ്ടു ധർമ്മസുതനായി ബദരീവനത്തിൽ പുഷ്പാർച്ചനാദികളുമുഗ്രതപസ്സുമമ്മേ ചെയ്തങ്ങയിൽ സതത തുഷ്ടിയറ്റിമുറ്റും. ആ ഭക്തിയൊക്കെ അവിടുന്നു മറന്നിതെന്നോ. ദുഷ്ടത്വമോ കുതുകമോ പരമാണ്ടു സ്മൃതി, ഗേഹത്തിൽ നിന്നു മകനെ കബളിച്ചിതാരോ. പോരായ്മ നൂനമിതു നൽകിയെനിക്കു, പക്ഷേ ഭക്തന്നു പറ്റുകിലതേ കുറവങ്ങുമില്ലേ. വൻകാവലുറ്റ നഗരിക്കകമാണ്ടൊരൻ കോട്ടയ്ക്കുള്ളി ഒത്ത നടുവൻ വസതിക്കകത്തായി അന്തർഗൃഹം മറവിലീറ്റ ഗൃഹം കവർന്നി തെന്നിട്ടുമെൻ ശിശുവിനെ എന്നതു ഭാഗ്യദോഷം. പോയില്ല ഞാൻ വെളിയിലായതു വീരരാരും പോയില്ല. കാവൽ നിരസക്തവുമായിരുന്നു. എന്നിട്ടുമിക്കളവു ചെയ്തൊരു കള്ളനേതോ നിന്മായതൻ പ്രകടവൈഭവമാണിതോർത്താൽ. നിൻഗൂഢമാം ചരിതമേതുമിവൻ ധരിപ്പീൽ. അല്പജ്ഞനാം നരനതെന്തറിയും മഹേഷി. അക്കള്ളനെങ്ങു പടർന്നോക്കിയിരിക്കയാരും കാണാതെ പോയിതിതു നിന്മറിമായമല്ലീ. നിന്മായ പണ്ടു മമ പൂർവജമായ മാതൃ ഗർഭത്തെ രോഹിണിയിലേക്കഥപാതിയാമ്പോൾ എത്തിച്ചു പെറ്റു സതിദൂരക ഭർതൃസംഗമില്ലാതെ താൻ ഹലനെ എന്തിതിലുള്ളു ചിത്രം. സൃഷ്ടിച്ചു വിശ്വമഖിലം പരിപാലനം ചെയ്തെല്ലാം ഹനിപ്പു സതതം ത്രിഗുണങ്ങളാൽ നീ. ആരെന്തറിഞ്ഞു ദുരിതാപഹമാം ചരിത്രം. ഭാവത്ക ഒക്കെയിഹ ചെയ്വതു നീയൊരുത്തി. നീ തന്നു പുത്രജനിയാലെഴുമസുഖം മേ. പിന്നീടു പുത്രവിരഹവ്യഥയേയുമേകി. ക്രീഡിപ്പു നീ ലളിതലീലകളാടിയേവം. അല്ലെങ്കിൽ ആദ്യ സുഖമിങ്ങനെ നഷ്ടമാമോ. ഈ ബാലയാം ജനനിയോർക്കുരുവിക്കു തുല്യം. ചാരത്തു കേണു പെരുതാമഴലേറ്റിടുന്നു. നീയല്ലി ദേവി ശരണം ഭവപീഡിതർക്കൻ കഷ്ടം. പ്രഭാവതി അങ്ങറിയില്ലയെന്നോ. സൗഖ്യത്തിനുള്ള പരമാവധി പുത്രജന്മം, ദുഃഖത്തിനുള്ളതു
തദീയ വിനാശമെന്നും ചൊല്ലുന്നു വിജ്ഞരിവനെന്തിഹ വേണ്ടതാദ്യ പുത്രൻ മരിച്ചു ഹൃദയം തകരുന്നു തായേ നിൻ പൂജയും വ്രതമഖാദികളും ത്വദീയ തുഷ്ടിക്കു ചെയ്വു സകലാർത്തികൾ പോക്കുവോൾ നീ ജീവിച്ചിരിക്കിൽ മമ പുത്രനെ നൽകിയാലും ദുഃഖങ്ങൾ തീർക്കുവതിനങ്ങു സമർത്ഥയല്ലോ. വ്യാസൻ പുണ്യാത്മാവാം കൃഷ്ണനേവം സ്തുതിക്കേ ജഗദംബിക പ്രത്യക്ഷയായി വന്നു ചൊന്നാൾ ജഗദ്ഗുരുവൊടിങ്ങനെ. ശ്രീദേവി ഖേദിച്ചിടായിക ദേവേശ പണ്ടു നീ ശാപമേൽക്കയാൽ ഇന്നു നിൻ പുത്രനെ കട്ടു കൊണ്ടുപോയി ശംബരൻ ഖലൻ 16 വയസ്സാമ്പോൾ നൂനം നിൻ ബലവാൻ മകൻ അവനെ കൊന്നണയുമിൻ എന്നനുഗ്രഹശക്തിയാൽ. വ്യാസൻ എന്നോതി ചണ്ഡികാദേവി മറഞ്ഞാൾ ചണ്ഡവിക്രമ ഭഗവാനും പുത്രദുഃഖം വിട്ടുവാണാൻ സുഖത്തോടും. 24-ാം അധ്യായം സമാപ്തം. അമ്മേ നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ.